Hello everyone, welcome to the video lecture on differential equations and its applications. Today we will see section 55 on linear systems. And before that, let us have a note on the previous section, general remarks on systems. This will be in Malayalam. In order to watch this in English, please click the link available in the description. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഡിഫറൻഷ്യൽ ഇക്വേഷൻസും അതിൻ്റെ സൊല്യൂഷൻസുമാണ്. അപ്പോൾ ഇവിടെ എന്താണ് സിസ്റ്റം ഓഫ് ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻസിൻ്റെ പ്രസക്തി എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ കാണുന്നത്. സപ്പോസ് ദാറ്റ് നമുക്കൊരു nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് അതിൽ ഡെറിവേറ്റീവ്സ് ഓഫ് y ഓഫ് ഓർഡർ n2 1ഉം എക്സും എല്ലാം കൂടിയുള്ള ഒരു ഇക്വേഷൻ. ഇതിനെ നമുക്ക് y ഓഫ് n = f ഓഫ് x y y ഡാഷ് എക്സെട്ര yn - 1 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ക്യാൻ യു ഗിവ് ആൻ ഐഡിയ? വെയിറ്റ്. നിങ്ങളുടെ തലയിൽ പാറയൊന്നും വീണില്ലെങ്കിലും ഇപ്പോൾ ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും. എന്താണത്? യെസ്, തന്നിട്ടുള്ള nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വി ഫോം എ സിസ്റ്റം ഓഫ് n ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. റൈറ്റിംഗ് ഇറ്റ് സ്റ്റാൻഡേർഡ് ഫോം, there will be n functions y1 y2 etc. yn and each of its derivative is represented by a function of the other functions and x. Okay. So for example, ഇവിടെ y1 dash is equal to function of other functions and x. ആ രീതിയിൽ. അപ്പോൾ ഇവിടെ ചോദ്യം nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ എങ്ങനെ n ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻസ് ആക്കാം എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ പറഞ്ഞാൽ we let y1 equal to y. Okay. And y2 is equal to y dash, y3 equal to y double dash and so on. So what is yn? Yn is the n minus 1th derivative of y. ഇനി ഇതിലെ ആദ്യത്തെ രണ്ട് ഇക്വേഷൻസ് ഒന്നും യൂസ് ചെയ്ത് നോക്കിയേ. എന്താണ് y1 ഡാഷ് എന്ന് പറഞ്ഞാൽ? y1 ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം y ഡാഷ് ആണ്. പക്ഷെ y ഡാഷിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് y2 എന്നാണ്. ഓക്കെ. അതേപോലെ y2 എന്ന് പറഞ്ഞാൽ y ഡാഷ് ആണ്. അപ്പോൾ y2 ഡാഷ് എന്ത് വരും? y ഡബിൾ ഡാഷ്. പക്ഷെ y ഡബിൾ ഡാഷിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് y3 ആണ്. അപ്പോൾ ഇവിടെ സഫിക്സ് തമ്മിൽ ചേഞ്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ തൊട്ടടുത്ത സ്റ്റെപ്പ് പറയാൻ പറ്റും. ഓക്കെ. അപ്പോൾ എന്താണ് yn - 1 ഡാഷ്? യെസ്, ദാറ്റ് ഈസ് yn. റൈറ്റ്. നൗ യു ഹാവ് വൺ മോർ സ്റ്റെപ്പ്. വാട്ട് ഈസ് yn ഡാഷ്? യു ക്യാൻ സീ ദാറ്റ് yn ഡാഷ് ടേക്സ് ദിസ് ഫോം. കാരണം എന്താണ്? yn അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ yn ഡാഷ് എന്ന് പറഞ്ഞാൽ nth ഡെറിവേറ്റീവ് ഓഫ് y ആണ്. അതിന്റെ എക്സ്പ്രഷൻ മുകളിലുണ്ട്. അത് തന്നെയാണ് നമ്മളിവിടെ എഴുതുന്നത്. പക്ഷേ യു ഹാവ് ടു റീപ്ലേസ് ഓൾ ടേംസ് വിത്ത് x y1 എക്സെട്ര yn. ഓക്കെ. ഈ ഒരു മെത്തേഡ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി തന്നെ നൗ ലെറ്റ് us do a problem. So we have a differential equation which we need to convert to an equivalent system of first order equations. ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പത്തെ സ്ലൈഡിലെ ആ ഒരു ഡെഫിനേഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ y1ഉം y2ഉം ഡിഫൈൻ ചെയ്യുക. y1 എന്ന് പറഞ്ഞാൽ y ആണ്, y2 എന്ന് പറഞ്ഞാൽ y1 ഡാഷ് ആണ്. ആ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ y ഡബിൾ ഡാഷ് കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ y ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ y ഡാഷ് പ്ലസ് എക്സ് വൈ. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ സിസ്റ്റം ഓഫ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. തൊട്ട് മുമ്പത് സ്ലൈഡിലുണ്ട് y1 ഡാഷ് ഈസ് ഈക്വൽ ടു y2 ആണ്. ശരിയല്ലേ? നമ്മൾ അങ്ങനെയാണ് നേരത്തെ എഴുതിയിരുന്നത്. എന്താണ് y2 ഡാഷ്? y2 ഡാഷ് എന്ന് വെച്ചാൽ y ഡബിൾ ഡാഷ് ആണ്. അതിനെ y1 y2ൻ്റെ ടേംസിൽ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ y ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y2 ആണ്. സോ y2 പ്ലസ് എക്സ് y എന്ന് പറഞ്ഞാൽ y1 ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഇനി അതിലെ ഫസ്റ്റ് ഇക്വേഷൻ കൂടി ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ y1 ഈക്വൽ ടു y കൂടി ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ y1 ഡാഷ് എന്ന് പറഞ്ഞാൽ dy/dx ആണ്. y1 ഡാഷ് എന്ന് വെച്ചാൽ y ഡാഷ് ആണ്, അതായത് dy/dx ആണ്. ഇനി എന്താണ് y2? ഓക്കെ, y2 അവിടെ തന്നെ ഉണ്ട്. y2 ഡാഷ് എന്ന് വെച്ചാൽ dy/2/dx ആണ്. അതുപോലെ എക്സ് സ്ക്വയർ y2 പ്ലസ് എക്സ് വൈ. y1 എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഞാൻ എന്ത് ചെയ്തു? y കൊണ്ട് റീപ്ലേസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഇനി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ y2ന് പകരം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും വേരിയബിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ 3 സ്ഥലങ്ങളിൽ y2 ഉണ്ട്. y2 ഒക്കെ ഞാൻ മാറ്റി പകരം ഇവിടെ ഞാൻ z എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വി ഹാവ് എ ഫൈനൽ എക്സ്പ്രഷൻ ലൈക്ക് ദിസ്. ഓക്കെ. ഇനി നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ്. അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതൊരു തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ഉപയോഗിച്ച സ്ലൈഡിൽ പ്രകാരം നമുക്ക് y1 y2 y3 എന്ന് പറയുന്ന 3 ഫംഗ്ഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ y1 എന്ന് പറഞ്ഞാൽ y ആണ്, y2 എന്ന് പറഞ്ഞാൽ y1 ഡാഷും y3 എന്ന് പറഞ്ഞാൽ y2 ഡാഷും ആണ്. ഓക്കെ. ഇനി സിസ്റ്റം ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതുപോലെ തന്നെ
y1 ഡാഷിനെ നമുക്ക് y2 എന്നും അതുപോലെ y2 ഡാഷിനെ y3 എന്നും എഴുതാം. എന്താണ് y3 ഡാഷ് എന്ന് പറഞ്ഞാൽ? y3 ഡാഷ് എന്ന് വെച്ചാൽ y ട്രിപ്പിൾ ഡാഷ് ആണ്. y ട്രിപ്പിൾ ഡാഷ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് ഹാൻഡ് സൈഡ് ഷുഡ് കണ്ടെയ്ൻ ഓൺലി എക്സ്, y1, y2 ആൻഡ് y3. ഓക്കെ, ഫോർ എക്സാമ്പിൾ y ഡബിൾ ഡാഷിന് y3 എഴുതി മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y ഡാഷ് എന്ന് വെച്ചാൽ y2 ആണ്, സോ y2 സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് y1 ഒന്ന് റീപ്ലേസ് ചെയ്ത് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ dx ഇക്വൽ ടു y2, അതുപോലെ y2 ഡാഷ് ഇക്വൽ ടു y3, അതിനെ നമുക്ക് dy2 ബൈ dx എന്ന് എഴുതാം. അല്ല y3 ഡാഷ് നമുക്ക് dy3 ബൈ dx എന്ന് എഴുതാം. ഇപ്പോൾ ഇവിടെ നടത്തിയ ചേഞ്ച് ഇത്ര മാത്രമേ ഉള്ളൂ. y1 പകരം y എഴുതി, അതുപോലെ y ഡാഷ് y2 ഡാഷിനെയൊക്കെ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഒരു ഫോമിൽ എഴുതി. ഇനി ഇവിടെ y2 പല സ്ഥലങ്ങളായിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെയൊക്കെ പുതിയ വേരിയബിൾ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഇപ്പോൾ 3 സ്ഥലങ്ങളിൽ y2 ഞാൻ റീപ്ലേസ് ചെയ്തു. അതുപോലെ തന്നെ y3 ഉള്ള ഭാഗങ്ങളിലേക്ക് ഞാൻ പുതിയൊരു വേരിയബിൾ w കൊണ്ടുവന്നു. അപ്പോൾ 3 സ്ഥലങ്ങളിൽ അത് റീപ്ലേസ് ചെയ്തു. ദസ് വി ഹാവ് ദി ഫൈനൽ ആൻസർ. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട സെക്ഷനിലേക്ക് പോകാം. ഇവിടെ ലീനിയർ സിസ്റ്റംസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ കൂടി നമ്മൾ പ്രധാനമായും 2 ഇക്വേഷൻസ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു സിസ്റ്റം മാത്രമേ നിലവിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഇവിടെ ഇങ്ങനെയാണ്. അതിലെ റൈറ്റ് ആൻസറിൽ പറഞ്ഞിരിക്കുന്ന ai ഓഫ് ടി, bi ഓഫ് ടി അല്ലെങ്കിൽ fi ഓഫ് ടി എന്ന് പറയുന്നതൊക്കെ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓൺ എ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ഓഫ് ദി ടി ആക്സിസ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന f1ഉം f2ഉം 0 ആവുകയാണെങ്കിൽ നമുക്ക് അതിനൊരു ഹോമോജീനിയസ് സിസ്റ്റം എന്നും അല്ലാത്ത സമയത്ത് അതിനെ നോൺ ഹോമോജീനിയസ് സിസ്റ്റം എന്നും നമുക്ക് വിളിക്കാം. ഇനി ഇങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റും. അതും ഒരു സിസ്റ്റമാണ്. x ഇസിക്കൽ എക്സ് ഓഫ് ടി, y ഇക്വൽ y ഓഫ് ടി. ഇവിടെ എക്സ് ഓഫ് ടിയും y ഓഫ് ടിയും ഫങ്ഷൻസ് ഓൺ ടി ആയിരിക്കണം. Now what about the existence of such a solution? അവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന്, അങ്ങനെ സൊല്യൂഷൻസ് ഉണ്ടാവുമോ? രണ്ടാമത്, അങ്ങനെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതൊരു യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനാണ് നമുക്ക് ഫണ്ടമെന്റൽ എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് തിയറം പറയുന്നത്. അതായത് ഇഫ് ടി നോട്ട് ഈസ് എനി പോയിന്റ് ഓഫ് ദി ഇന്റർവൽ എ ബി ആൻഡ് എക്സ് നോട്ട് ആൻഡ് വൈ നോട്ട് ആർ എനി 2 numbers, then this theorem says that for this non-homogeneous system of equations there exist 2 functions x of t and y of t such that x of t naught is equal to x naught and y of t naught equal to y naught. ഇനി അതുമാത്രമല്ല, അങ്ങനെയുള്ള ഒരേ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഈ തിയറം പറയുന്നത്. ഇനി നമുക്ക് ഒരു ഹോമോജിനിയസ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ ഓഫ് ഒരു സൊല്യൂഷന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് കാണാം. അതായത് ഇവിടെ എന്താ പ്രത്യേകത? ഹോമോജിനിയസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ f1 ഓഫ് ടി ഈക്വൽ ടു 0 ആണ്, അതുപോലെ തന്നെ f2 ഓഫ് ടി ഈക്വൽ ടു 0 ആണ്. ഒരു ഉദാഹരണം കൂടി ഇതിൻ്റെ കൂടെ കാണിക്കുകയാണെങ്കിൽ dx ബൈ dt ഈക്വൽ ടു 4x മൈനസ് വൈ ആൻഡ് dy ബൈ d ഈക്വൽ ടു 2x പ്ലസ് വൈ. ഇതൊരു ഹോമോജിനിയസ് സിസ്റ്റമാണ്. ഇനി നമുക്ക് ഈ ഹോമോജിനിയസ് സിസ്റ്റം, ആദ്യം പറഞ്ഞിരിക്കുന്ന ഹോമോജിനിയസ് സിസ്റ്റത്തിന് 2 സൊല്യൂഷൻസ് ഉണ്ടെന്ന് ഇരിക്കുക. അതായത് x1 ഓഫ് ടി y1 ഓഫ് ടി എന്ന് പറയുന്നതും അതുപോലെ x2 ഓഫ് ടി y2 ഓഫ് ടി എന്നും, ഇത് രണ്ടും തന്നിരിക്കുന്ന ഹോമോജിനിയസ് സിസ്റ്റത്തിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കുക. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനനുസരിച്ച് ഇപ്പോൾ x ഈക്വൽ ടു e റേസ് ടു 3t, y ഈക്വൽ ടു e റേസ് ടു 3t ഒരു സൊല്യൂഷൻ ആണെന്ന് കാണാൻ പറ്റും. അതുപോലെ x ഈക്വൽ ടു e റേസ് ടു t, y ഈക്വൽ ടു 2 e റേസ് ടു t ഒരു സൊല്യൂഷൻ ആണെന്ന് കാണാൻ പറ്റും. അത് വളരെ പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. നിങ്ങളത് വാല്യൂസ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ LHSഉം RHSഉം 2 ഇക്വേഷൻസിലും സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് ആദ്യത്തെ സെറ്റിൽ ഇപ്പോൾ ഞാനിവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ രണ്ടാമത്തെ സെറ്റും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ചോദ്യം ഇതാണ്: സപ്പോസ് വി ഹാവ് 2 സൊല്യൂഷൻസ് x1 of t, y1 of t and x2 of t, y2 of t. Then it is possible to take the linear combination of these 2 solutions and that is defined by x is equal to c1 x1 of t plus c2 x2 of t and y equal to c1 y1 of t plus c2 y2 of t. ഇവിടെ c1 c2 എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആയിരിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ പാരലൽ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ what about this linear combination of that 2 solutions? Then it is possible to see that x is equal to c1 e raised to 3t plus c2 e raised to 2t. അതുപോലെ y equal to എന്തായിരിക്കും? c1 e raised to 3t and c2 2 e raised to 2t, where c1 c2 are constants. So this is the linear combination of these 2 solutions. ഈ ലീനിയർ കോമ്പിനേഷനെ കുറിച്ചുള്ള ആദ്യത്തെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നമുക്ക് 2 സൊല്യൂഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക.
x1 of t, y1 of t and x2 of t, y2 of t. Then it is possible to see that the linear combination is also a solution to this homogeneous system of equations. അപ്പോൾ അത് എങ്ങനെ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ C1 C2 ഏത് കോൺസ്റ്റൻസ് ആണെങ്കിലും നമുക്കിത് ശരിയായിരിക്കണം. അതിൻ്റെ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലീനിയർ കോമ്പിനേഷൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് കാണിച്ചാൽ മാത്രം മതി. So we assume that x1 of t, y1 of t, x2 of t, y2 of t are solutions of the given system of homogeneous equations. Then suppose ഞാൻ അത് രണ്ടും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ LHS എന്ത് വരും? dx by dt എന്നുള്ളതിന് പകരം d by dt of x എന്ന് പറഞ്ഞാൽ c1 x1 of t plus c2 x2 of t which is equal to c1 d by dt of x1 of t plus c2 d by dt of x2 of t. നമുക്ക് ഓൾറെഡി അറിയാം x1 of t ഒരു സൊല്യൂഷൻ ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ RHS നമുക്ക് കിട്ടണം. അതായത് c1 ഇൻറ്റു a1 of t x1 of t പ്ലസ് b1 of t y1 of t ആൻഡ് പ്ലസ് അടുത്തത് c2 ഇൻറ്റു അടുത്ത ഡെറിവേറ്റീവ് ഓഫ് x2 of t ആണ്. ഡെറിവേറ്റീവ് ഓഫ് x2 of t എന്ന് പറയുമ്പോൾ വീണ്ടും രണ്ടാമത്തെ സിസ്റ്റം അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ വി വിൽ ബി ഹാവിങ് c2 a1 of t പ്ലസ് x2 of t പ്ലസ് b1 of t ഇൻറ്റു y2 of t. ഇനി ഇതിൽ നിന്ന് നമുക്ക് a1 of t ഒന്ന് കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സി ദാറ്റ് ഇറ്റ് ഈസ് c1 x1 of t പ്ലസ് c2 x2 of t. അതേപോലെ തന്നെ അത് a1 of t ആണ്. അതുപോലെ തന്നെ അടുത്തതിൽ നിന്ന് നമുക്ക് ഏത് പുറത്തെടുക്കാം? കോമൺ ആയിട്ട് b1 of t പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പോസിബിൾ ടു സീ ദാറ്റ് ഓക്കെ നേരത്തേതിൽ ഒരു ബ്രാക്കറ്റ് വിട്ടുപോയിട്ടുണ്ട്. അവിടെ c1 എന്ന് പറയുന്നത് കോമൺ ആണ്. അതുപോലെ c2 എന്ന് പറയുന്നത് അവിടെ കോമൺ തന്നെയാണ്. ഓക്കെ, ലെറ്റ് us കണ്ടിന്യൂ. സോ b1 of t പുറത്തെടുത്തു കഴിഞ്ഞാൽ സോ യു വിൽ ബി ഗെറ്റിംഗ് c1 y1 of t പ്ലസ് c2 y2 of t. കണ്ടോ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഇത് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഫസ്റ്റ് ഇക്വേഷൻ ആണെന്ന് നമുക്ക് കിട്ടി. ദാറ്റ് ഇസ് എ റിക്വയർഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഫസ്റ്റ് ഇക്വേഷൻ. ഇതുപോലെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ട്രൈ ചെയ്യാം. പ്രൂഫ് അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു പുതിയൊരു ടേം നമ്മൾ പരിചയപ്പെടുകയാണ്. സോ വാട്ട് ഈസ് എ ജനറൽ സൊല്യൂഷൻ? അല്ലെങ്കിൽ ഒരു ലീനിയർ കോമ്പിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴാണ് നമുക്കതിനെ ജനറൽ സൊല്യൂഷൻ എന്ന് വിളിക്കാൻ പറ്റുക? സോ ഒരു ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ തന്നിട്ടുള്ള ഹോമോജീനിയസ് ഇക്വേഷൻ്റെ എല്ലാ സൊല്യൂഷനും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനെയാണ് നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ടുള്ള ചോദ്യം, എപ്പോഴാണ് നമുക്ക് ഈ ലീനിയർ കോമ്പിനേഷൻ ഒരു ജനറൽ സൊല്യൂഷൻ നമുക്ക് പറയാൻ പറ്റുക എന്നുള്ളതാണ്. സപ്പോസ് നമുക്കൊരു എക്സ് നോട്ടും വൈ നോട്ടും തന്നിട്ടെന്ന് വിചാരിക്കുക. ദെൻ നമുക്ക് c1 c2 കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ് ആ ഒരു ലീനിയർ കോമ്പിനേഷനിൽ എക്സ് ഓഫ് ടി നോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എക്സ് നോട്ട് കിട്ടണം. അല്ല വൈ ഓഫ് ടി നോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈ നോട്ട് കിട്ടണം. കൃത്യമായിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന ലീനിയർ കോമ്പിനേഷനിൽ ടി നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് c1 x1 ഓഫ് ടി നോട്ട് പ്ലസ് c2 x2 ഓഫ് ടി നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട് കിട്ടണം. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് വൈ നോട്ടും കിട്ടണം. അങ്ങനെ ഒരു c1 c2 നമുക്ക് എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റുമ്പോഴാണ് നമുക്ക് ആ ലീനിയർ കോമ്പിനേഷനെ ഒരു ജനറൽ സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റും. അതായത് എല്ലാ സൊല്യൂഷനും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് രണ്ട് സൊല്യൂഷൻസ് x1 y1ഉം അല്ലെ x2 y2 നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടോ മൂന്നോ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. അത് ചിലതൊക്കെ പുതിയ വാക്കുകളായിരിക്കാം. ഒന്ന്, അതിൻ്റെ റോൺസ്കിയൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ലീനിയർലി ഇൻഡിപെൻഡൻസ് ആണോ എന്നുള്ള പ്രോപ്പർട്ടി നമുക്ക് ചെക്ക് ചെയ്യാം. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്നുള്ള പ്രോപ്പർട്ടി. ഇതിലെ ഓരോ വാക്കുകളായിട്ട് നമ്മൾ കൃത്യമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. റോൺസ്കിയൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിറ്റർമിനൻ്റ് ആണ്. ആ ഡിറ്റർമിനൻ്റ് എന്ന് വെച്ചാൽ x1 ഓഫ് ടി x2 ഓഫ് ടി y1 ഓഫ് ടി y2 ഓഫ് ടി എന്ന് പറയുന്ന ഡിറ്റർമിനൻ്റ് നമ്മൾ റോൺസ്കിയൻ എന്ന് പറയുന്നത്. എന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. ഇനി എന്താണ് ലീനിയർ കോമ്പിനേഷൻ? ലീനിയർ കോമ്പിനേഷൻ നമുക്ക് വീണ്ടും ഇതേപോലെ അറിയുന്നൊരു വാക്കാണ്. ഏതാണ്? x ഈക്വൽ c1 x1 ഓഫ് ടി പ്ലസ് c2 x2 ഓഫ് ടി അല്ല y ഈക്വൽ c1 y1 ഓഫ് ടി പ്ലസ് c2 y2 ഓഫ് ടി. ഈ രീതിയിൽ എഴുതുന്നതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സൊല്യൂഷൻസിന്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇനി വീണ്ടും നമുക്ക് അറിയുന്നൊരു വാക്ക് തന്നെയാണ്. എന്താണ് ലീനിയർലി ഇൻഡിപെൻഡൻസ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ c1 x1 ഓഫ് ടി പ്ലസ് c2 x2 ഓഫ് ടിനെയും c1 y1 ഓഫ് ടി c2 y2 പ്ലസ് c2 y2 ഓഫ് ടിനെയും നമുക്ക് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ആ കോഎഫിഷ്യൻ 0 ആണെങ്കിൽ നമ്മൾ പറയും
x1 y1 എന്ന് പറയുന്നതും x2 y2 എന്ന് പറയുന്ന രണ്ട് സൊല്യൂഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡിസ്കഷൻ? നമ്മൾ ഈ എടുത്തിരിക്കുന്ന ലീനിയർ കോമ്പിനേഷൻ ഓഫ് ടു സൊല്യൂഷൻസ്, ഓക്കെ, അത് എപ്പോഴും ഒരു പുതിയൊരു സൊല്യൂഷൻ ആയിരിക്കും, നമുക്കറിയാം അത് അനദർ സൊല്യൂഷൻ ആയിരിക്കും. അത് എപ്പോഴാണ് ഒരു ജനറൽ സൊല്യൂഷൻ ആവുക എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ റോൺസ്കിയനും അല്ലെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഈ രണ്ട് ടൂളുകളും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഇവിടെ റോൺസ്കിയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസൾട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോൺസ്കിയൻ നമ്മൾ എപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒന്നുകിൽ അത് ഐഡന്റിക്കലി ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ അത് നോവർ 0 ആയിരിക്കും. ദാറ്റ് ഈസ് w of t നോട്ട് ഈക്വൽ ടു 0. ഇത് നമ്മൾ ഒരു തിയറം D ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ഇനി എന്താണ് റിസൾട്ട് പറയുന്നത് വെച്ചാൽ, മറ്റൊരു റിസൾട്ട് പറയുന്നത് വെച്ചാൽ, ഈ റോൺസ്കിയൻ നോവർ 0 ആണെങ്കിൽ തിയറം C പറയുന്നത് ഈ തന്നിട്ടുള്ള രണ്ട് സൊല്യൂഷൻസിന്റെ ലീനിയർ കോമ്പിനേഷൻ ജനറൽ സൊല്യൂഷൻ ആയിരിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ അടുത്ത സെക്ഷനിൽ കാണും, ഈ സെക്ഷനിൽ തന്നെ കാണും. ഇനി ലീനിയർലി ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. എന്താണ്? നോ അല്ലെങ്കിൽ യെസ്. അതാണ് രണ്ട് പോസിബിലിറ്റീസ്. നോ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നോ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ദേ ആർ ലീനിയർലി ഡിപെൻഡൻറ്റ്. ഇനി യെസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നിട്ടുള്ള രണ്ട് സൊല്യൂഷൻസും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് തിയറം ഈ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, തന്നിട്ടുള്ള രണ്ട് സൊല്യൂഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ then their linear combination is going to be a general solution of the given homogeneous equation. ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ തിയറംസും നമ്മൾ പ്രൂവ് ചെയ്യും. അതോടുകൂടി ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അതിൽ ആദ്യം നമുക്ക് തിയറം C കാണാം. If these two solutions of this homogeneous system have a Wronskian not equal to 0, then this linear combination is going to be a general solution of the system. ഇതിൻ്റെ പ്രൂഫ് വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ എപ്പോഴാണ് ഒരു ലീനിയർ കോമ്പിനേഷനെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയാൻ പോകുന്നത്? ഇപ്പോൾ ഇവിടെ 7 എന്ന് പറയുന്നത് ആ ലീനിയർ കോമ്പിനേഷൻ ആണ്, 5 എന്ന് പറയുന്നത് ആ സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. അപ്പോൾ 7 ഒരു ജനറൽ സൊല്യൂഷൻ ഓഫ് 5 എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെക്ഷനിൽ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടു. ഒരു ടി നോട്ട് ഞാൻ തന്നു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ആൾജിബ്രൈക് ഇക്വേഷൻ C1 C2 ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ തന്നിരിക്കുന്ന സിസ്റ്റത്തിന് ഒരു ജനറൽ സൊല്യൂഷൻ എന്ന് പറയാം. കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് C1 x1 plus C2 x2 is equal to x of t naught and C1 y1 of t naught plus C2 y2 of t naught equal to y of t naught എന്ന് പറയുന്ന രണ്ട് സിസ്റ്റം ഓഫ് ലീനിയർ ആൾജിബ്രൈക് ഇക്വേഷൻസിന് C1 C2 ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ തന്നിരിക്കുന്ന ലീനിയർ കോമ്പിനേഷൻ അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്ന ലീനിയർ കോമ്പിനേഷൻ ഒരു ജനറൽ സൊല്യൂഷൻ ആണെന്ന് പറയാം. ഇത് ഓരോ ടി നോട്ടിനും ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാവണം. അപ്പോൾ ഇത്ര മാത്രമേ നമ്മുടെ കണ്ടീഷൻ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഇതിൻ്റെ ഒരു മെട്രിക്സ് ഫോം ഒന്ന് എഴുതി കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ദ മെട്രിക്സ് x1 x2 y1 y2 ഇൻറ്റു C1 C2 ഈക്വൽ ടു xy അല്ലെങ്കിൽ x of t naught y of t naught എന്നുള്ളതാണ് അവിടുത്തെ ഒരു മെട്രിക്സ് ഫോം എന്ന് പറഞ്ഞാൽ. ഇതിന് ഓരോ ടി നോട്ടിനും സൊല്യൂഷൻ ഉണ്ടാവുന്നത് എപ്പോഴാണ്? അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള മെട്രിക്സ് ഇക്വേഷൻ എപ്പോഴാണ് സൊല്യൂഷൻ ഉണ്ടാവുന്നത്? അങ്ങനെ സൊല്യൂഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് ദി കോഎഫിഷ്യന്റ് മെട്രിക്സ് ഷുഡ് ബി നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, പക്ഷേ ഈ ഡിറ്റർമിനന്റ് നമുക്ക് പരിചയമുള്ള ആളാണ്. ആരാണത്? ദിസ് ഈസ് ദ റോൺസ്കിയൻ. ഓക്കെ, സോ അപ്പോൾ ഈ റോൺസ്കിയൻ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓരോ ടി നോട്ടിനും ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് ഒരു സൊല്യൂഷൻ ഉണ്ട്. അതായത് ഈ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു സൊല്യൂഷൻസ് ബിക്കംസ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഗിവൺ ഹോമോജീനിയസ് സിസ്റ്റം. വലിയ സമയങ്ങളെ നമുക്ക് അടുത്ത തിയറത്തിലേക്ക് പോവാം. ഇവിടെ നേരത്തെ പറഞ്ഞ റിസൾട്ട് എന്താണ്? W of t എന്ന് പറയുന്നത് ഒന്നുകിൽ ഐഡന്റിക്കലി 0 ആയിരിക്കും അല്ലെങ്കിൽ നോവർ 0 ആയിരിക്കും എന്നുള്ള റിസൾട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. എന്താണ് W of t? W of t എന്ന് പറഞ്ഞാൽ ഒരു ഡിറ്റർമിനന്റ് ആണ് x1 of t, x2 of t, y1 of t, y2 of t എന്നുള്ളത്. So this is the Wronskian of two solutions denoted with x1 and x1 y1 and x2 y2, which are solutions of the homogeneous system, which I can write it as dx by dt equal to a1x plus b1y and dy by dt equal to a2x plus b2y.
നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ ഈ റോൺസ്കിയൻ ഒന്നുകിൽ ഐഡന്റിക്കലി സീറോ ആണ് അല്ലെങ്കിൽ നോവർ സീറോ എന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മളൊരു ചെറിയ ട്രിക്കാണ് ചെയ്യുന്നത്, പക്ഷേ അത് കുറച്ചധികം എഴുതാണ്ടെന്ന് മാത്രം. സോ ലെറ്റ് us കാൽക്കുലേറ്റ് dw/dt. റോൺസ്കിയൻ്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യണം. റോൺസ്കിയൻ എന്ന് പറഞ്ഞാൽ x1 y2 മൈനസ് x2 y1 ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് x1 ഡാഷ് y2 പ്ലസ് x1 y2 ഡാഷ് അതുപോലെ മൈനസ് x2 ഡാഷ് y1 പ്ലസ് x2 y1 ഡാഷ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതാണ്, x1 ഡാഷ് എന്ന് പറഞ്ഞാൽ d/dt ഓഫ് x1 ഓഫ് t ആണ്. അത് ആ അഞ്ചാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് a1 x1 പ്ലസ് b1 y1 ഇൻറ്റു y2, പിന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു, പ്ലസ് x1 ഇൻറ്റു y2 ഡാഷ് എന്ന് പറഞ്ഞാലോ d/dt ഓഫ് y2 ഓഫ് t ആണ് അല്ലേ? അപ്പോൾ അതായത് a2 x2 പ്ലസ് b2 ഓഫ് y2 ആണ്. ഓക്കെ, ഇനി ബാക്കിയുള്ളത് ഇതേപോലെ എഴുതി കഴിഞ്ഞാൽ മൈനസ് എന്താണ് a1 x2 പ്ലസ് v1 y2 പ്ലസ് ഇൻറ്റു y1 പ്ലസ് x2 ഇൻറ്റു a2 x1 പ്ലസ് b2 y1. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ ഇപ്പോൾ b1 y1 y2 എന്ന് പറയുന്നത് അപ്പുറത്തൊരു മൈനസ് സൈനോട് കൂടി അപ്പുറവും ഉണ്ട്. അതേപോലെ തന്നെ കുറച്ചുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ x1 a2 x2 അപ്പുറത്തൊരു മൈനസ് സൈനോട് കൂടി അവൈലബിൾ ആണ്. സോ വിച്ച് മീൻസ് അവരൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ബാക്കിയുള്ള ടേംസ് മാത്രം ഒന്ന് എടുത്തെഴുതി കഴിഞ്ഞാൽ a1 ഇൻറ്റു ഒന്ന് റീചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് x1 y2 മൈനസ് x2 y1 ആണെന്ന് കാണാൻ പറ്റും. അതേപോലെ b2 ഇൻറ്റു x1 y2 മൈനസ് x2 y1 ആണെന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ഈ x1 y2 മൈനസ് x2 y1 എന്ന് വെച്ചാൽ അവിടെ അത് w ഓഫ് ടി തന്നെയാണ്. സോ ഇറ്റ് ഈസ് a1 w ഓഫ് ടി പ്ലസ് b2 w ഓഫ് ടി. ഓക്കെ, അതായത് ഇതിനെ നമുക്ക് a1 പ്ലസ് b2 ഇൻറ്റു w ഓഫ് ടി എന്ന് എഴുതാൻ പറ്റും. ഇതൊരു പുതിയൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഒന്നൊരു സ്പേസ് അവൈലബിൾ ആക്കി കഴിഞ്ഞാൽ അപ്ലൈയിങ് ദ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് dw/w ഈസ് ഈക്വൽ ടു വലതുവശത്തുള്ളത് a1 പ്ലസ് b2 ഇൻറ്റു dt. ഓക്കെ, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാം. അതായത് log w ഈസ് ഈക്വൽ ടു a1 b2 പ്ലസ് c. സീനെ നമുക്ക് log c എന്ന് എഴുതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ w ഈസ് ഈക്വൽ ടു c ഇൻറ്റു e റേസ് ടു ഇൻ്റഗ്രൽ a1 പ്ലസ് b2 dt എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? സോ ദിസ് മീൻസ് ദാറ്റ് w ഓഫ് t ഈസ് ഐദർ ഐഡന്റിക്കലി സീറോ ഓർ നോവർ സീറോ. കാരണം c ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ c സീറോ ആയാൽ അതൊക്കെ അപ്പോഴും സീറോ ആണ്, അല്ലെങ്കിൽ ദിസ് ഈസ് നോവർ സീറോ. ഓക്കെ, നൗ ലെറ്റ് us go to തിയറം E. തിയറം E പറയുന്നത് വെച്ചാൽ രണ്ട് സൊല്യൂഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അവരുടെ ലീനിയർ കോമ്പിനേഷൻ എന്തായിരിക്കും? ജനറൽ സൊല്യൂഷൻ ആണെന്ന് പ്രൂവ് ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ സപ്പോസ് വി ഹാവ് ടു സൊല്യൂഷൻസ് x1 y1 ആൻഡ് x2 y2. Then we can see that it is enough to prove that these two solutions are linearly dependent if and only if the Wronskian w of t is equal to determinant x1 x2 y1 y2 is identically zero. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? കാരണം നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ Wronskian നോട്ട് ഈക്വൽ ടു സീറോ എന്നർത്ഥം. അപ്പോൾ നമുക്ക് തൊട്ട് മുമ്പത്തെ തിയറം യൂസ് ചെയ്യാം. ഈ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു സൊല്യൂഷൻസ് ഫോംസ് എ ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഹോമോജീനിയസ് സിസ്റ്റം എന്ന് നമുക്കങ്ങനെ പ്രൂവ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വി സപ്പോസ് ദാറ്റ് ദീസ് ടു സൊല്യൂഷൻസ്, അതായത് x1 y1 ആൻഡ് x2 y2 ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഇനി രണ്ട് സൊല്യൂഷൻസ് ലീനിയർ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു സെറ്റ് ഓഫ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സെറ്റിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഫോർ സം k നമുക്കൊരു മൾട്ടിപ്പിൾ ആണെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ആ റോൺസ്കിയൻ ഒന്ന് എടുത്തു നോക്കാം. അപ്പോൾ റോൺസ്കിയൻ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ റോൺസ്കിയനിലെ ഒരു കോളം എന്ന് പറഞ്ഞാൽ മറ്റേ കോളത്തിൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഡിറ്റർമിനൻ്റ് പ്രോപ്പർട്ടി പ്രകാരം ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു സീറോ. സോ അപ്പോൾ നമ്മൾ ഒരു പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ റോൺസ്കിയൻ ഐഡന്റിക്കലി സീറോ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. കോൺവേഴ്സ്ലി അസ്യൂം ദാറ്റ് ദി റോൺസ്കിയൻ ഈസ് ഐഡന്റിക്കലി സീറോ. ഇനി നമ്മൾ ഈ എ ബിയിലുള്ള ഒരു പോയിന്റ് എടുക്കുകയാണ്, ടി നോട്ട് എന്ന് പറയുന്ന പോയിന്റ് എടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും w ഓഫ് ടി നോട്ടും എന്തായിരിക്കണം? സീറോ ആയേ പറ്റൂ. പക്ഷേ ആരാണ് ഈ റോൺസ്കിയൻ എന്ന് പറഞ്ഞാൽ? ഈ റോൺസ്കിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിറ്റർമിനന്റ് ഓഫ് ദി കോഎഫിഷ്യന്റ് മെട്രിക്സ് ഓഫ് ദി സിസ്റ്റം c1 x1 പ്ലസ് c2 x2 ഈക്വൽ ടു 0 ആൻഡ് c1 y1 പ്ലസ് c2 y2 ഈക്വൽ ടു 0. അത് നമ്മൾ മെട്രിക്സ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ആ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നതിന്റെ ഡിറ്റർമിനന്റ് ആണ് ഈ റോൺസ്കിയൻ എന്ന് പറഞ്ഞാൽ.
പക്ഷെ ഒരു ഹോമോജീനിയസ് സിസ്റ്റത്തിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ സിസ്റ്റത്തിന് ഒരു നോൺ സീറോ സൊല്യൂഷൻ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് തുടങ്ങിയത്? നമ്മൾ തുടങ്ങിയത് ഈ സിസ്റ്റം ഈക്വൽ ടു 0 ആണെങ്കിൽ യു ഹാവ് എ നോൺ സീറോ സൊല്യൂഷൻ ഫോർ C1 ആൻഡ് C2. ഇതാണ് ലീനിയർലി ഡിപ്പെൻഡൻസിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കോൺവേഴ്സ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്താണ് കൺക്ലൂഷൻ? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ദെൻ റോൺസ്കിയൻ നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് പറയാം. റോൺസ്കിയൻ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ പ്രീവിയസ് തിയറം ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാം? അവരുടെ ലീനിയർ കോമ്പിനേഷൻ ഒരു ജനറൽ സൊല്യൂഷൻ ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഈ സെക്ഷനിൽ ലാസ്റ്റ് തിയറമാണ്. ഈ തിയറം പറയുന്നതാണ്, if we have two independent, linearly independent solutions of a homogeneous system and a particular solution of a non-homogeneous system, then the sum of the solutions, that is the linear combination of the solutions of the homogeneous system and the particular solution of the non-homogeneous system, going to give you the general solution of the non-homogeneous system of differential equations. ഇതിന്റെ പ്രൂഫിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ്, ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് സിസ്റ്റം തന്നെയാണ് അല്ലേ? അപ്പോൾ ഒരു സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് സിസ്റ്റം പ്ലസ് എ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് എ നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഗീവ്സ് യു എ ജനറൽ സൊല്യൂഷൻ ഓഫ് നോൺ ഹോമോജീനിയസ് സിസ്റ്റം എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ദെൻ ഇറ്റ് ഈസ് എനഫ് ടു ഷോ ദാറ്റ് ആൻ ആർബിട്രറി സൊല്യൂഷൻ ഓഫ് എ നോൺ ഹോമോജീനിയസ് സിസ്റ്റം മൈനസ് എ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദി നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഗീവ്സ് യു എ ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഹോമോജീനിയസ് സിസ്റ്റം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആർബിട്രറി സൊല്യൂഷനെ ഞാൻ XY എന്നും പർട്ടിക്കുലർ സൊല്യൂഷനെ ഞാൻ XP YP എന്നും ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് x is equal to x minus xp. അവിടെ xp of t yp of t ആണ്. x minus xp y equal to y minus yp is going to be a general solution of the homogeneous system. ഈ ഓരോ സൊല്യൂഷൻ സെറ്റിനെയും ഞാൻ 1 2 3 എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് 1 പറയുന്നത്? 1 പറയുന്നത് ആ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് നോൺ ഹോമോജിനിയസ് സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അതായത് dx by dt ഈക്വൽ ടു a1x പ്ലസ് b1y പ്ലസ് f1. അതുപോലെ dy by dt എനിക്ക് പറയാൻ പറ്റും a2x പ്ലസ് b2y പ്ലസ് f2. ഇനി എന്താണ് 2 പറയുന്നത്? 2 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ പർട്ടിക്കുലർ സൊല്യൂഷൻ. അതായത് d by dt ഓഫ് xp ഈക്വൽ ടു a1xp പ്ലസ് b1yp പ്ലസ് f1 and d by dt of yp equal to a2xp plus b2yp plus f2. അപ്പോൾ ഞാൻ 1 minus 2 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? I can see that d by dt of x minus xp is equal to a1 common ആണ്, so it is x minus xp plus b1 into y minus yp. Similarly, d by dt of y minus yp is equal to a2 into x minus xp plus b2 into y minus yp. ഇതാണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള പാർട്ട്. അതായത് നമ്മൾ 1 minus 2 is equal to 3 എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ തിയറത്തിന്റെ പ്രൂഫ് ഇവിടെ കഴിഞ്ഞു. ഇനി നിങ്ങൾക്കുള്ള പ്രോബ്ലംസ് ആണ്. So show that these two are solutions of the homogeneous system and അത് നമ്മൾ പ്രോബ്ലം ആയിട്ട് നോട്ട്ബുക്കിൽ ചെയ്താൽ മതി. Also you try to submit an assignment, find out the general solution of this system. So thank you.